ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരോൻ ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यथा विनिमयो यत्र सर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः ശ്രീമദ്ഭാഗവതം സ്കന്ധം 3 അധ്യായം 9 സൃഷ്ടിശക്തിക്കു വേണ്ടി ബ്രഹ്മാവിന്റെ പ്രാർത്ഥനകൾ. ശ്ലോകം 1. ജ്ഞാതോ ബ്രഹ്മോവാച ജ്ഞാതോസി മേദ്യ സുചിരാന്നനുദേഹഭാജാം ന ജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാ ഗുണവ്യതികരാത് യദുരുർവിഭാസി. ब्रह्मोवाच ज्ञातोऽसि मेद्य सुचिरान्ननुदेहभाजां न ज्ञायते भगवतो गतिरित्यवद्यं नान्यत्वदस्ति भगवन्नपि तन्न शुद्धं माया गुणव्यतिकरात् यदुरुर्विभासि. ज्ञातोऽसि मे ज्ञायते नान्यत्वदस्ति भगवन्नपि तन्न शुद्धं മായാ ഗുണവ്യതികരാദ്യദുരുർവിഭാസി. ബ്രഹ്മ ഉവാച ബ്രഹ്മദേവൻ പറഞ്ഞു, ജ്ഞാതഃ അറിയപ്പെടുന്ന, അസി അങ്ങ് ആകുന്നു, മേ എന്നാൽ, ആദ്യ ഇന്ന്, സുചിര ദീർഘകാലത്തിനു ശേഷം, നനു പക്ഷേ, ദേഹഭാജാം ഒരു ഭൗതിക ശരീരമുള്ള ഒരുവന്റെ, ന അല്ല, ജ്ഞായതേ അറിയപ്പെടുന്നു, ഭഗവതഃ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ, ഗതി മുന്നോട്ടുള്ള സഞ്ചാരം, ഇതി അത്, ന അന്യത് ആരും മീതെയില്ല, ത്വത് അങ്ങ്, അസ്തി അവിടെയാകുന്നു, ഭഗവൻ ഓ എന്റെ ഭഗവാനെ, അപി അവിടെ ഉണ്ടെങ്കിൽ പോലും, തത് എന്തും അതായിരിക്കാം, ന ഒരിക്കലും, ശുദ്ധം ആത്യന്തികം, മായ ഭൗതിക ശക്തി, ഗുണവ്യതികരാത് രീതികളുടെ മിശ്രണത്താൽ, ഏതിനു വേണ്ടി, ഒരു അതീന്ദ്രിയമായ വിഭാസി അങ്ങാകുന്നു. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ബ്രഹ്മദേവൻ പറഞ്ഞു, ഓ എന്റെ ഭഗവാനെ, വളരെ മൂർത്ത ശരീരികളായ ജീവസത്തകൾ എത്ര ഹിതഭാഗ്യരാണ്. എന്റെ ഭഗവാനെ, അറിയപ്പെടുന്ന ഏക വസ്തു അങ്ങാകുന്നു. അങ്ങേക്ക് മുകളിലായി പരമമായ ഒന്നുമേ ഇല്ല. അങ്ങേക്ക് മുകളിലായി അഥവാ പരമമായത് ഒന്നും തന്നെ ഇല്ല. പദാർത്ഥത്തിന്റെ സൃഷ്ടിമുഖ ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ട് അങ്ങ് പരമോന്നതനായി നിലകൊള്ളുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക ശരീരങ്ങളാൽ ബദ്ധരായ ജീവസത്തകളുടെ അജ്ഞതയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി അവർക്ക് ഭൗതിക ആവിഷ്കാരത്തിന്റെ പരമകാരണത്തെപ്പറ്റി അറിവില്ല എന്നതാകുന്നു. പരമകാരണത്തെപ്പറ്റി പല വ്യക്തികൾക്കും പല വിധത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ അവയൊന്നും യഥാർത്ഥമല്ല. പരമമായ കാരണം വിഷ്ണു മാത്രവും ഇടയിൽ ചാടുന്ന വിഘ്നം ഭഗവാന്റെ മായാശക്തിയുമാകുന്നു. ഭഗവാൻ തന്റെ അത്ഭുതകരമായ ഭൗതിക ശക്തിയെ ഭൗതിക ലോകത്തിൽ നിരവധി
വിസ്മയോന്മാദങ്ങളുടെ പ്രകടനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. അതേ ശക്തിയാൽ മായാബാധിതരാകുന്നതാണ് ബദ്ധാത്മാക്കൾക്ക് പരമകാരണത്തെ അറിയാൻ കഴിവില്ലാതാകുന്നതിന്റെ നിദാനം. അതിനാൽ അതികായന്മാരായ ശാസ്ത്രജ്ഞരെയും ദാർശനികരെയും അതിശയങ്ങളായി അംഗീകരിക്കാനാവില്ല. ഭഗവാന്റെ മായാശക്തിയുടെ കരങ്ങളിലെ ഉപകരണങ്ങളായ അവർ അത്ഭുതകരങ്ങളായ കഴിവുകൾ ഉള്ളവരാണെന്ന തോന്നൽ ഉളവാക്കുന്നതേയുള്ളൂ. മായയുടെ കീഴിൽ സാധാരണക്കാരായ ഭൂരിപക്ഷ ജനത പരമോന്നതനായ ഭഗവാന്റെ അസ്തിത്വം നിരാകരിക്കുകയും മായയുടെ വിഡ്ഢിത്ത ഉൽപ്പന്നങ്ങളെ പരമശക്തിയായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒരുവന് പരമമായ കാരണത്തെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്താൽ ബ്രഹ്മാവിനും ശിഷ്യത്വ പാരമ്പര്യത്തിലൂടെയുമുള്ള പരിശുദ്ധ ഭക്തന്മാർക്കും അറിയാൻ കഴിയും. ബ്രഹ്മാവിന് തപസ്സിലൂടെ മാത്രമാണ് ഗർഭോദകശായി വിഷ്ണുവിനെ ദർശിക്കാൻ സാധിച്ചത്. സാക്ഷാത്കാരത്തിനു ശേഷമാണ് സാക്ഷാൽ ഭഗവാൻ അദ്ദേഹം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഭഗവാന്റെ അത്യുജ്വലമായ സൗന്ദര്യവും ഐശ്വര്യവും നിരീക്ഷിച്ച ബ്രഹ്മാവ് അത്യന്തം സന്തുഷ്ടനാവുകയും ഭഗവാനോട് താരതമ്യം ചെയ്യാൻ മറ്റൊന്നുമില്ലെന്ന് അംഗീകരിക്കുകയും ചെയ്തു. ഭഗവാന്റെ സൗന്ദര്യത്തെയും ഐശ്വര്യത്തെയും തപസ്സിലൂടെ മാത്രമേ ഒരുവന് അഭിനന്ദിക്കാൻ കഴിയൂ. ആ സൗന്ദര്യവും ഐശ്വര്യവും അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും അവൻ മറ്റൊന്നിനാലും ആകർഷിക്കപ്പെടുകയില്ല. ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത 2-ാം അധ്യായം 59-ാമത്തെ ശ്ലോകത്തിൽ ഇത് വിശദീകരിക്കുന്നു. പരം ദൃഷ്ട്വാ നിവർത്തതെ. ഭഗവാന്റെ അത്യപാരമായ സൗന്ദര്യത്തെയും ഐശ്വര്യത്തെയും മനസ്സിലാക്കാൻ മുതിരാത്ത മനുഷ്യജീവികളെ ബ്രഹ്മാവ് ഇവിടെ അപലപിച്ചിരിക്കുന്നു. അത്തരം അറിവിനു വേണ്ടിയുള്ള അന്വേഷണ ശ്രമം ഓരോ മനുഷ്യജീവിക്കും അനിവേക്ഷ്യമാണ്. അങ്ങനെ ചെയ്യാത്തവരുടെ ജീവിതം വ്യർത്ഥമാകും. ഭൗതിക ദൃഷ്ടിയിൽ സൗന്ദര്യവും ഐശ്വര്യവുമുള്ള എന്തിനേയും ആസ്വദിക്കുന്നവർ കാക്കകൾക്ക് തുല്യരാണ്. കാക്കകൾ എപ്പോഴും ചപ്പുചവറുകളുടെ മാലിന്യ കൂനകൾ ചിക്കിയിളക്കിക്കൊണ്ടിരിക്കും. അതേസമയം അരയന്നങ്ങൾ അവയോട് ഇടപഴകാറില്ല. എന്ന് മാത്രമല്ല, അവ മനോഹരങ്ങളായ ഫലോദ്യാനങ്ങളാൽ ചുറ്റപ്പെട്ട താമരമലരുകൾ നിറഞ്ഞ തടാകങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നു. കാക്കകളും അരയന്നങ്ങളും നിശ്ചയമായും ജന്മം കൊണ്ട് പക്ഷികളാണെങ്കിലും രണ്ടും ഒരേ തൂവൽ പക്ഷികളല്ല. ശ്ലോകം 2. രൂപം യദേതദവബോധരസോദയേന ശശ്വന്നിവൃത്തതമസസ്സദനുഗ്രഹായ ആദൗ ഗൃഹീതമവതാരശതൈകബീജം യന്നാഭിപത്മഭവനാദഹമാവിരാസം. രൂപം യദേതദവബോധരസോദയേന ശശ്വന്നിവൃത്തതമസസ്സദനുഗ്രഹായ ആദൗ ഗൃഹീതമവതാരശതൈകബീജം യന്നാഭിപത്മഭവനാദഹമാവിരാസം. രൂപം യദേതദവബോധരസോദയേന ശശ്വന്നിവൃത്തതമസസ്സദനുഗ്രഹായ ആദൗ ഗൃഹീതമവതാരശതൈകബീജം യന്നാഭിപത്മഭവനാദഹമാവിരാസം. രൂപം രൂപം, യത് ഏത്, ഏതത് അത്, അവബോധരസ അങ്ങയുടെ ആന്തരിക ശക്തിയാൽ, ഉദയേന സാക്ഷാത്കാരത്തിനൊപ്പം, ശശ്വത് എന്നേക്കുമായി, നിവൃത്ത സ്വതന്ത്രനാക്കപ്പെട്ട, തമസ ഭൗതിക മലിനീകരണം, സദ് അനുഗ്രഹായ ഭക്തന്മാരുടെ സഹായത്തിനു വേണ്ടി, ആദൗ പദാർത്ഥത്തിന്റെ സൃഷ്ടിശക്തിയുടെ മൂലം, ഗ്രഹീതം സ്വീകരിച്ചു, അവതാരങ്ങളുടെ, ശത ഏക ബീജം നൂറുകളുടെ മൂലഹേതു, യത് അത്, ഏത്, നാഭിപത്മ നാഭിയിൽ നിന്നുള്ള താമരപ്പൂവ്, ഭവനാത് ഭവനത്തിൽ നിന്ന്, അഹം ഞാൻ തന്നെ, ആവിരാസം ഉൽപ്പാദിപ്പിച്ചു. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ ദർശിച്ച രൂപം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് നിത്യമുക്തമായതും ആന്തരിക ശക്തിയുടെ സാക്ഷാത്കാരത്താൽ ഭക്തന്മാർക്ക് അനുഗ്രഹം പ്രകടമാക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാകുന്നു. ഈ അവതാരം മറ്റു പല അവതാരങ്ങളുടെയും മൂലമാണ്. ഞാൻ ജനിച്ചത് അങ്ങയുടെ നാഭീഭവനത്തിലെ താമരപ്പൂവിൽ നിന്നാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രകൃതിയുടെ 3 രീതികളിലുള്ള സത്വരജസ് തമസ് പ്രവർത്തനങ്ങളുടെ നിർവഹണ മേധാവികളായ ത്രിമൂർത്തികൾ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും
അതായത് ശിവനും ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ബ്രഹ്മാവ് ഇവിടെ വിവരിച്ച ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ്. ഭൗതിക പ്രപഞ്ചത്തിന്റെ ആവിഷ്കാരത്തിന്റെ കാലയളവിൽ വിവിധ യുഗങ്ങളിലായി ക്ഷീരോദകശായി വിഷ്ണുവിൽ നിന്ന് പല വിഷ്ണു അവതാര വിസ്തരണങ്ങൾ ഉണ്ടായി. ഭക്തന്മാരുടെ അതീന്ദ്രിയ സന്തുഷ്ടിക്കു വേണ്ടി മാത്രമായിരുന്നു ആ വിസ്തരങ്ങൾ. വ്യത്യസ്ത യുഗങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ ആവിർഭവിച്ച വിഷ്ണു വിസ്താവതാരങ്ങളെ യാതൊരു വിധത്തിലും ബദ്ധാത്മാക്കളുമായി താരതമ്യം ചെയ്യാനാവില്ല. ബ്രഹ്മ ശിവമൂർത്തികൾ വിഷ്ണു തത്വങ്ങൾക്ക് സമമോ അവയോട് താരതമ്യപ്പെടുത്താവുന്നതോ അല്ല. അങ്ങനെ ആരെങ്കിലും താരതമ്യം ചെയ്താൽ അവൻ പാഷണ്ഡൻ അഥവാ ഈശ്വരനോട് വിശ്വാസ വഞ്ചന കാട്ടുന്നവൻ, നാസ്തികൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ സൂചിപ്പിച്ച തമസഹ ഭൗതിക പ്രകൃതിയാകുന്നു. ആത്മീയ പ്രകൃതിക്ക് തമസിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട അസ്തിത്വമുണ്ട്. ആകയാൽ ആത്മീയ പ്രകൃതിയെ അവബോധരസം അഥവാ അവരോധരസം എന്ന് വിളിക്കുന്നു. അവരോധ എന്നാൽ സമ്പൂർണമായും ഇല്ലാതാക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അതീന്ദ്രിയത്തിൽ ഒരർത്ഥത്തിലും ഭൗതിക ബന്ധത്തിന് സന്ദർഭമുണ്ടാകില്ല. ബ്രഹ്മാവാണ് ആദ്യത്തെ ജീവസത്ത. അതുകൊണ്ടാണ് താൻ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭി സരോജത്തിൽ നിന്നാണ് ജനിച്ചതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. ഹരേ കൃഷ്ണ. കണ്ടന്റ് പറഞ്ഞോളൂ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറയട്ടെ പ്രഭു. എനിക്ക് ഹരേ കൃഷ്ണ. മാതാജി വെൽക്കം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും എൻ്റെ സാദര പ്രണാമം. ഹരേ കൃഷ്ണ. കണ്ടന്റ് പറയാൻ എനിക്ക് ചെറിയ രീതിയിലൊക്കെ അറിയത്തുള്ളൂ. ഹരേ കൃഷ്ണ. ഇവിടെ